ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും വാൽമീകി രാമായണത്തിലേക്ക് സ്വാഗതം. യുദ്ധകാന്ഡം 62-ാം സർഗ്ഗാണ് വ്യാഖ്യാനം പറയുന്നത്. പ്രഹസ്തൻ തുടങ്ങിയ രാക്ഷസന്മാരെല്ലാം ആ വാനരന്മാരാൽ വധിക്കപ്പെട്ടെന്നറിഞ്ഞ രാവണൻ അത്യന്തം കോപവാനായി സ്വയം യുദ്ധത്തിന് പുറപ്പെട്ടു. ആദ്യം വാനരന്മാരോടും അതിനുശേഷം രാമലക്ഷ്മണന്മാരോടും അതിഗംഭീരമായി പോർ ചെയ്ത് ഒടുവിൽ രാവണൻ പരാജിതനായി ലങ്കയിലേക്ക് മടങ്ങി. രാമബാണത്തെ ഭയന്ന് ആർത്തനായി തിരിച്ചെത്തിയ രാവണൻ അഹങ്കാരം നശിച്ച് വ്യാകുലചിത്തനായി തീർന്നു. ആ രാവണൻ ആസനത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ള രാക്ഷസന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ കൊടും തപം ചെയ്ത് ബ്രഹ്മാവിനോട് വരം വാങ്ങിയത് പാഴായിപ്പോയി. ദേവദാനവ ഗന്ധർവന്മാർ, രക്ഷസുകള്, പന്നകങ്ങള്, ഇതിൽ നിന്നും മൃത്യു വരരുത് എന്നാണ് അപേക്ഷിച്ചതുള്ളൂ. മനുഷ്യരിൽ നിന്ന് മാത്രം അത് യാചിച്ചില്ല. മനുഷ്യരിൽ നിന്ന് മൃത്യു വരരുതെന്ന് യാചിച്ചില്ല ബ്രഹ്മാവിനോട്. അതുകൊണ്ട് മനുഷ്യരെ നിസ്സാരമായി കണ്ടതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു: മനുഷ്യരിൽ നിന്ന് തന്നെ നിനക്ക് ഭയമുണ്ടാകും. ഒരു മനുഷ്യരിൽ ഒഴികെ വേറൊരാളിൽ നിന്ന് നിനക്ക് മൃത്യു ഭവിക്കില്ല എന്ന് ആ ബ്രഹ്മാവ് വരം കൊടുത്തു. അത് അബദ്ധമായി തോന്നുന്നു ഇപ്പോൾ. അതാണ് ഇന്നിപ്പോൾ ഒരു മനുഷ്യനിൽ നിന്നിങ്ങനെ ശ്രീരാമനിൽ നിന്ന് ഭയം ഉണ്ടാവുന്നത്. അതുമാതിരി തന്നെ നന്ദി ശപിച്ചിട്ടുണ്ട്. ഇതുപോലെ വാനരന്മാരാൽ നിനക്ക് ആപത്തുണ്ടാകുമെന്ന് ശാപം നന്ദികേശനും കൊടുത്തിട്ടുണ്ട്. ഈ വാനരന്മാരിൽ നിന്നും മനുഷ്യരിൽ നിന്നുമാണ് തനിക്കിപ്പോൾ ഭയം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ആ രാക്ഷസന്മാരോട് പറയാണ് രാവണൻ. നീ എന്താണ് വഴി? ദേവദാനവന്മാരുടെ ദർപ്പം ശമിപ്പിച്ചവനും ബ്രഹ്മശാപമേറ്റവനുമായ കുംഭകർണനെ വേഗം വിളിച്ചുണർത്തൂ എന്ന് ആ രാക്ഷസന്മാരോട് നിർദ്ദേശിച്ചു. രാക്ഷസന്മാർ അത് കേട്ട് കുംഭകർണനെ വിളിച്ചുണർത്താനായി പോയി. 6 മാസത്തെ ഉറക്കാണ് കുംഭകർണന്. പിന്നെ ഒരു ദിവസം ഉണർന്നിരിക്കും. അന്ന് ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ കഴിക്കാം. അതിനുശേഷം പിന്നീട് വീണ്ടും ഉറക്കം തുടങ്ങിയാൽ 6 മാസം ഉറക്കം. ആ ഒരു ദിവസമേ ഉള്ളൂ. ഇങ്ങനൊരു ശാപം കുംഭകർണന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുംഭകർണൻ ഇപ്പോൾ ഉറങ്ങിയിട്ട് 9 ദിവസമായിട്ടുള്ളൂ. എത്ര പാടുപെട്ടാണ് ആ രാക്ഷസന്മാർ കുംഭകർണനെ ഉണർത്തിയതെന്നറിയോ? വളരെ പാടുപെട്ടു. എന്നാലും കുംഭകർണനെ വിളിച്ചുണർത്തി. കുന്നുപോലെ ആഹാരം നിരത്തി വെച്ചു. ഇഷ്ടം പോലെ പാത്രങ്ങളിൽ മദ്യം, രക്തമെല്ലാം നിറച്ചു വെച്ച് ആ കുംഭകർണനെ വളരെ പാടുപെട്ട് വിളിച്ച് ഉണർത്തി. കുംഭകർണൻ ഉണർന്നിട്ട് അതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി ആ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നീട് ചോദിച്ചു: ഇങ്ങനെ ഇത്ര ആദരവോടെ എന്നെ വിളിച്ച് ഉണർത്തിയത് എന്തിനാണ്? എന്താണ് കാര്യം? രാജാവിന് സുഖം തന്നെയല്ലേ? കുശലമായിരിക്കുന്നല്ലോ, ആപത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയായിരുന്നു ആദ്യം തന്നെ. രാവണന് എന്തെങ്കിലും അപകടം പറ്റുമോ? അതെല്ലാം കേട്ട് കുംഭകർണന്റെ വാക്ക് കേട്ട് ആ രാക്ഷസന്മാര് കാര്യങ്ങളെല്ലാം അറിയിച്ചു. ഇതേവരെയുള്ള രാമലക്ഷ്മണന്മാരും വാനരന്മാരെല്ലാവരും സമുദ്രം തരണം ചെയ്ത് ഇവിടെ വന്നതും മഹായുദ്ധം ചെയ്തതും അനേകം രാക്ഷസ പ്രമുഖന്മാരെ വധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ
രാക്ഷസന്മാരെ കുംഭകർണനെ അറിയിച്ചു. എന്നാൽ ഇപ്പൊ തന്നെ രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും വധിച്ചിട്ട് വരാം, എന്നിട്ട് ജ്യേഷ്ഠനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ട കുംഭകർണനെ അവര് വീണ്ടും പിടിച്ചു പറിച്ചു. മഹാബാഹോ, രാവണന്റെ വാക്ക് കേട്ട് ഗുണദോഷങ്ങൾ ചിന്തിച്ച ശേഷം യുദ്ധത്തിന് പോകാം എന്ന് അവര് അറിയിച്ചു. അത് കേട്ടിട്ട് കുംഭകർണൻ രാജാവിനെ കാണാനായിട്ട് പുറപ്പെടുകയാണ്. രാവണന്റെ ശാപം ഇതാണ്. കുംഭകർണൻ 6 മാസം ഉറക്കും, പിന്നെ ഒരു ദിവസം ഉണർന്നിരിക്കും. അതായത് ജനിച്ചു വീണപ്പോൾ തന്നെ കണ്ട ജീവികളെല്ലാം, പ്രജകളെല്ലാം കൊന്നു തിന്നുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഭൂമി ഇല്ല, രാക്ഷസന്മാരെയും ദേവന്മാരെയും അസുരന്മാരെയും ഒക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സകല ജീവജാലങ്ങളെയും കൊന്നു തിന്നുന്നത് കണ്ടിട്ട് ആ സങ്കടം ചെന്ന് അറിയിച്ചു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ പ്രജകളില്ലാതെയാവും. എന്താണ് അതിനുള്ള ഒരു വഴിയെല്ലാം ബ്രഹ്മാവിനോട് ചെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബ്രഹ്മാവ് ഒരു വഴി കണ്ടുപിടിച്ചു. അവനെ ഉറക്കിക്കെടുത്തേ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള വഴി കാണുകയാണ്. 6 മാസം ഇവനും സുഖമായിട്ട് ഉറങ്ങും. എന്നാൽ അത്രയും കാലം ആരും ഉപദ്രവിക്കില്ലല്ലോ, ഒരു ദിവസം ഉണർന്നിരിക്കും. അങ്ങനെ ഒരു അവധി കൊടുത്തു. ഇങ്ങനെയാണ് ഒരു കൽപ്പന ഉണ്ടായത്. നിർദേവത്വം വരം വാങ്ങാനാണ് ആഗ്രഹിച്ചത് കുംഭകർണൻ. പക്ഷെ ബ്രഹ്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് സരസ്വതി ദേവി ആ കുംഭകർണന്റെ നാവിൽ വസിച്ചുകൊണ്ട് ആ നിർദേവത്വം എന്നുള്ളത് നിദ്രാവത്വം എന്ന് പറയിപ്പിച്ചു. ബ്രഹ്മാവിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് സരസ്വതി ദേവി അങ്ങനെ ചെയ്തത്. എന്താണ് അങ്ങനെ പറയുന്നുണ്ട്? പ്രജകളെ തിന്ന് ഭൂമി ശൂന്യമാകുന്ന കണ്ട് ഭയന്നാണ് ബ്രഹ്മാവ് അവനെ ഉറക്കിക്കിടത്തിയത്. ഇങ്ങനെ വേണം ധരിക്കാൻ. അങ്ങനെയുള്ള ആ കുംഭകർണൻ രാജാവിനെ കാണാനായിട്ട് പുറപ്പെട്ടു. രാവണനെ കാണാൻ കുംഭകർണൻ പുറപ്പെടുന്നതാണ് 62-ാം സർഗം. സതു രാവണശാർദൂലോ രാക്ഷസശാർദൂലോ നിദ്രാമദസമാകുല രാജമാർഗം ശ്രിയാജുഷ്ടം യയൗ വിപുല വിക്രമ. ഉറക്കവും മതവും മുഴുത്ത അതിവിക്രമനായ ആ രാക്ഷസ ശാർദൂലൻ, അതായത് കുംഭകർണൻ, ഐശ്വര്യം നിറഞ്ഞ ആ രാജമാർഗത്തിൽ പ്രവേശിച്ചു. അനേകായിരം അസുരന്മാരാൽ ചൂഴപ്പെട്ട അതിദുർജയനായ അവൻ വീടുകളിൽ നിന്നുള്ള പുഷ്പവർഷമേറ്റുകൊണ്ട് നടന്നു. അനേകം രാക്ഷസന്മാരോട് കൂടിയാണ് ആ കുംഭകർണന്റെ നടത്തം. പൊൻജാലകങ്ങൾ നിരക്കിയുള്ളതും സൂര്യപ്രഭയോടെ ശോഭിക്കുന്നതും വിശാലവും രമ്യവുമായ ആ രാക്ഷസേന്ദ്രന്റെ രാവണന്റെ മന്ദിരം കുംഭകർണൻ കണ്ടു. സതത്തദാ സൂര്യ ഇവാഭ്രജാലം പ്രവിശ്യ രക്ഷോധിപതേർനിവേശം ദദർശ ദൂരേ കൃജമാസനസ്ഥം സ്വയംഭുവം ശക്ര ഇവാസനസ്ഥം. അവനപ്പോൾ ആദിത്യൻ അഭ്രജാലങ്ങൾക്കിടയിൽ എന്ന പോലെ, സൂര്യൻ എങ്ങനെയാണോ മേഘജാലങ്ങൾക്കിടയിൽ കടക്കുന്നത് മറയുന്നത്, അതുപോലെ ആ നിശാചരേന്ദ്രന്റെ ആ രാവണന്റെ നിവേശത്തിൽ പ്രവേശിച്ചു. അകലെയിരിക്കുന്ന ആ ജ്യേഷ്ഠനെ, ആസനസ്ഥനായ ബ്രഹ്മാവിനെ ഇന്ദ്രൻ എന്ന പോലെ കണ്ടു. പത്മാസനത്തിലിരിക്കുന്ന ബ്രഹ്മാവിനെ ഇന്ദ്രാദി ദേവന്മാര് അല്ലെങ്കിൽ ദേവേന്ദ്രൻ എങ്ങനെ ചെന്നു കാണുന്നു, വന്ദിക്കുന്നു, അതുപോലെ ഈ രാവണനെ കുംഭകർണൻ കണ്ട് വന്ദിച്ചു എന്നാ പറയണേ. ഭ്രാതുസഭവനം ഗച്ഛൻ രക്ഷോഗണസമന്വിതം കുംഭകർണപദന്യാസൈരകമ്പയതമേദിനിം. രാക്ഷസാഗണവൃതനായ സഹോദരഗ്രഹം പോകുന്ന കുംഭകർണൻ കാലടി വെയ്പ്പുകൾ കൊണ്ട് ഭൂമി കുലുക്കി. സഹോദരന്റെ ഗൃഹത്തിലേക്ക്, രാവണന്റെ ഗൃഹത്തിലേക്ക് പോകുന്ന കുംഭകർണന്റെ ഓരോ കാലടി വെയ്പ്പിലും ഭൂമി കുലുക്കം ഉണ്ടായിന്ന് പറയണേ. അത്രയ്ക്കും ശക്തിയാണ്, കണ്ടാ ഭയങ്കരനാണ്. ഏറ്റവും ഇതിനേക്കാളിലും വലിയൊരു രാക്ഷസനില്ല. അങ്ങനെയുള്ള കുംഭകർണന്റെ ഓരോ അടിയിലും ഭൂമി കുലുങ്ങി. അവൻ സഹോദര ഗൃഹത്തിൽ പ്രവേശിച്ച് അന്തഃപുരത്തിൽ കടന്ന് പുഷ്പക വിമാനത്തിൽ ദുഃഖം കൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠനെ കണ്ടു. രാവണൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്.
അധ ദൃഷ്ട്വാ ദശഗ്രീവ കുംഭകർണമുപസ്ഥിതം പൂർണ്ണമുത്ഥായ സംഹൃഷ്ട സന്നികർഷമുപാണയൻ. അടുത്തെത്തിയ കുംഭകർണനെ കണ്ട് രാവണൻ സന്തുഷ്ടനായി വേഗം എഴുന്നേറ്റ് സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അധാസീനസ്യ പര്യങ്കേ കുംഭകർണോ മഹാബല ഭ്രാതുർവവന്ദേ ചരണോ കിം കൃത്യമിതി ചാബ്രവീൽ. എന്തിനാണ് വിളിച്ചുണർത്തിയെന്ന് ചോദിക്കാൻ പിന്നീട് ഒരു പര്യങ്കത്തിലിരുന്ന ആ സോദരന്റെ പാദങ്ങളിൽ വന്ദിച്ച ശേഷം രാവണൻ എഴുന്നേറ്റ് വന്ന് കുംഭകർണനെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു കസേരയിൽ ഇരുന്നു. അടുത്ത ആസനത്തിൽ വിശിഷ്ടമായ ആ ആസനം കൊടുത്തിട്ട് അവിടെ കുംഭകർണനും ഇരിക്കുകയാണ്. ചോദിക്കുകയാണ് ആ പാദങ്ങളിൽ, ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ വന്ദിച്ചുകൊണ്ട് കുംഭകർണൻ, ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു. രാവണൻ പെട്ടെന്ന് എഴുന്നേറ്റ് പ്രീതിയോടെ അവനെ കെട്ടിപ്പുണർന്നു. ഇത് കേട്ടപ്പോൾ രാവണന് വലിയ സന്തോഷമായി. ആപത്തിൽ പെട്ടിരിക്കുകയാണ്, ദുഃഖിച്ചിരിക്കുന്നത് എനിക്ക് മറ്റാരുമില്ല, കുംഭകർണൻ വലിയ ശക്തിമാനാണ്, പക്ഷെ അദ്ദേഹം ഉറക്കത്തിൽ പെട്ടുപോയി ബ്രഹ്മാവിന്റെ ശാപം കൊണ്ട്. ഒരു വിധം ഉണർത്തി വിളിച്ചു കൊണ്ടുവന്നിരിക്കണം. ഇനി ഈ കുംഭകർണൻ എല്ലാ കാര്യം ശരിയാക്കും എന്നുള്ളൊരു ധൈര്യത്തിലാണ് രാവണൻ സന്തോഷിച്ച് കെട്ടിപ്പുണർന്നു. സഹോദരനാൽ ആലിംഗനം ചെയ്യപ്പെട്ടവനും അഭിനന്ദിതനുമായ കുംഭകർണൻ ശുഭകരവും ശ്രേഷ്ഠവുമായ വിശിഷ്ടമായ ഒരു ആസനത്തിലിരുന്നു. ഇരിപ്പിടത്തിൽ ഇരുന്ന ശേഷം ശക്തിശാലിയായ കുംഭകർണൻ കോപം കൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ രാവണനോടിങ്ങനെ ചോദിച്ചു. രാജാവേ, എന്തിനാണ് അങ്ങെന്നെ ആദരിച്ചുണർത്തിയത്? ആരിൽ നിന്നാണ് അങ്ങേക്ക് ഭയം? ആരാണിന്ന് ശവമാകേണ്ടത്? ഞാൻ ആരെയാണ് ഇന്ന് വധിക്കേണ്ടത്? എന്തിനാണ് എന്നെ ഉണർത്തിയതെന്ന് കുംഭകർണൻ കോപത്തോടുകൂടി ചോദിച്ചു. പണ്ട് കുറെ ഉപദേശം ചെയ്ത ആളാണ് രാവണൻ. ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്നെ കുറെ ഉപദേശിച്ചു. പക്ഷെ അതൊന്നും രാവണൻ കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു അവസ്ഥ വന്നത് രാവണന്റെ കുറ്റം കൊണ്ട് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് കുംഭകർണന് കോപത്തോടുകൂടി ഇങ്ങനെ ചോദിച്ചു. കോപിച്ച് കണ്ണുരുട്ടുന്ന സൂദരനായ കുംഭകർണനോട് രാവണൻ പറഞ്ഞു, മഹാബല, നീ ഉറങ്ങിത്തുടങ്ങിയിട്ട് ഇപ്പോൾ കാലമേറെയായി. കുറെ കാലമായല്ലോ നീ സുഖമായി കിടന്നുറങ്ങുന്നു. എൻ്റെ ദുഃഖം നീ അറിയുന്നില്ല. സുഖിയായ നീ രാമൻ മൂലം എനിക്കുളവായ പേടിയെക്കുറിച്ച് അറിയുന്നില്ല. എൻ്റെ ദുഃഖത്തെ നീ അറിയുന്നില്ലല്ലോ. ദാശരഥിയും ശക്തിശാലിയുമായ ഈ രാമൻ സുഗ്രീവനോടൊത്ത് സൈന്യസമേതനായി സമുദ്രം കടന്ന് വന്നെത്തി നമുക്ക് സമൂലനാശം വരുത്തുന്നു. കഷ്ടം! ലങ്കയുടെ വനങ്ങളും ഉദ്യാനങ്ങളും നോക്കൂ. സേതുബന്ധിച്ച് സുഖമായി ഇവിടെ വന്ന് ഒരു വാനര സമുദ്രമാക്കിയിരിക്കുന്നു. ഉദ്യാനങ്ങളിലും വനങ്ങളിലുമൊക്കെ വാനരന്മാര് നിറഞ്ഞു നിൽക്കുന്നത് നോക്കൂ. അത്രയ്ക്കും വാനരന്മാര് നിറഞ്ഞു നിൽക്കുന്നു. രാക്ഷസന്മാരിൽ പ്രമുഖന്മാരെല്ലാവരും പോരിൽ ഈ വാനരന്മാരാൽ വധിക്കപ്പെട്ടു. യുദ്ധത്തിൽ വാനരന്മാരുടെ നാശം ഒരു തരത്തിലും കാണുന്നുമില്ല. വാനരന്മാർ പോരിൽ പണ്ടൊരിക്കലും പരാജയപ്പെട്ടിട്ടുമില്ല. മഹാബല, ഇതാണ് എനിക്ക് നേരിട്ട ഭയം. ഇന്നത്തെ ദുഃഖം എൻ്റെ ഇതാണ്, ഭയമാണിത്. ഈ വാനരന്മാരിൽ നിന്നും ഈ ശ്രീരാമനിൽ നിന്നും എൻ്റെ ഭയം തീർത്തു തരണം. നീ അവരെ ഇല്ലാതാക്കണം. ഇതിൽ നിന്നെന്നെ രക്ഷിക്കൂ. നീ ഇപ്പോൾ ഇവരെ നശിപ്പിക്കൂ. ഇതിനു വേണ്ടിയാണ് നിന്നെ ഉണർത്തിയത് എന്നാ രാവണൻ കുംഭകർണനോട് പറഞ്ഞു. എൻ്റെ സർവസമ്പത്തും നശിച്ചെന്ന് നീ അറിയൂ. ബാലവൃദ്ധന്മാർ മാത്രം ശേഷിക്കുന്ന ലങ്കാപുരിയെ നീ രക്ഷിക്കണം. മഹാബാഹോ, സഹോദരന് വേണ്ടി ദുഷ്കരമായ ഈ കർമ്മം നീ ചെയ്യണം. പരന്തപ, ഞാൻ ഇതുപോലെ ഒരു സഹോദരനോടും ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് നിന്നിൽ അതിയായ സ്നേഹമുണ്ട്, ബഹുമാനവുമുണ്ട്. രാക്ഷസ ശ്രേഷ്ഠ, ദേവാസുര യുദ്ധങ്ങളിൽ നീ പലതവണ ദേവന്മാരെയും അസുരന്മാരെയും എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. ഹേ ഭീമപരാക്രമ, സകല ശക്തിയും സംഭരിക്കൂ. നീ എല്ലാ ശക്തികളും സംഭരിച്ച് ഈ ആപത്തിൽ നിന്നും
ഈ വാനരന്മാരുടെ ഇവരെ എല്ലാവരിൽ നിന്നും ഭയത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ. അവരെയെല്ലാം ഇല്ലാണ്ടാക്കണം. സകല ശക്തിയും സംഭരിക്കൂ. നിനക്കൊത്ത ശക്തിയുള്ളവനെ ഒരു ജീവിയിലും ഞാൻ കാണുന്നില്ല. നിന്നെപ്പോലെ ശക്തിമാനായ ഒരാളെ ലോകത്തിലെ എവിടെയും കാണാൻ തന്നെയില്ല. കുരുഷമേ പ്രിയഹിതമേതദുത്തമം യഥാപ്രിയം പ്രിയരണബാന്ധവ പ്രിയ സ്വതേജസാവിധമ സപത്നവാഹിനിം ശരൽഘനം പവനൈവോദ്യതോ മഹാൻ. ഹേ രണപ്രിയ, യുദ്ധം ചെയ്യാൻ അധികം വലിയ പ്രിയമുള്ളവനാണല്ലോ നീയെ. യുദ്ധത്തിൽ തൽപരനാണ്. ബാന്ധവപ്രിയ, ബന്ധുക്കളോടും വലിയ സ്നേഹമുള്ളവനാണ്. നീ എനിക്ക് പ്രിയവും ഹിതവുമായ ഈ കാര്യം ഇഷ്ടത്തിനൊത്ത് ചെയ്താലും. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഹിതവും പ്രിയവും നീ ചെയ്തു തന്നാലും. ഈ ശത്രുസേനയെ സ്വന്തം ശക്തിയാൽ നശിപ്പിക്കണം. എങ്ങനെ? ശരൽക്കാലത്തെ മേഘത്തെ കൊടുങ്കാറ്റെന്ന പോലെ, ശരൽക്കാലത്തെ മേഘങ്ങളെ കാറ്റടിച്ചില്ലാതാകുന്ന പോലെ നീ ഈ വാനരന്മാരെ തുരത്തുക, ഇല്ലാതാക്കണം, നശിപ്പിക്കണം. വാനരന്മാരെയെല്ലാം കൊന്നൊടുക്കണം, അല്ലെങ്കിൽ തിന്നൊടുക്കണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുണ്ട് രാവണന്റെ വാക്കിന് കുംഭകർണൻ എന്താണ് മറുപടി പറയുന്നത് എന്ന് കേൾക്കാം. അടുത്ത സർഗത്തിലാണ്. രാവണന്റെ വാക്ക് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടുള്ള കുംഭകർണന്റെ മറുപടി അടുത്ത സർഗത്തിൽ പറയും. 62-ാം സർഗം ഇവിടെ പൂർണ്ണമായി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമചന്ദ്രാശരണം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.